പെട്ടെന്ന് പറന്നു വന്ന് ആ ബ്രദറിനടുത്ത് കൊണ്ടുപോവാണ്. എൻസി പറയുന്നുണ്ട് ഇവിടെ സേഫ് അല്ല, നമുക്ക് വേ പോകാം എന്ന് പറയുമ്പോൾ ക്ലെയിം അതിന് സമ്മതിക്കുന്നില്ല. എൻ്റെ ബ്രദറിനെയാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞു. അവർ തമ്മിൽ പിടിവലിയായിരം കയ്യിലുണ്ടായ ടോർച്ച് വെള്ളത്തിൽ വീഴുവാണ്. അതിൻ്റെ വെട്ടം നമുക്ക് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണെങ്കിൽ ട്രെന്നിനെയും കിടപ്പുണ്ട്. ആ ടോർച്ച് എടുക്കാൻ ശ്രമിച്ചതും പെട്ടെന്ന് അവനെ വെള്ളത്തിലേക്ക് വലിച്ചിടുവാണ്. എൻസിയാണെങ്കിൽ ഇത് കണ്ടിട്ട് കരയുന്നുണ്ട്. പെട്ടെന്ന് ക്ലെയിം പൊന്തി വരുന്ന കണ്ടിട്ട് വേഗം പിടിച്ച് കരയിലേക്ക് ഇടുവാണ്. അവിടെ കാണിക്കുന്നുണ്ട് വെള്ളത്തിൽ നിന്ന് ട്രെൻഡ് ഇങ്ങനെ പൊന്തി വരുന്നത്. പക്ഷേ ആ രൂപം കണ്ടിട്ട് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, അത് സ്ത്രീയല്ല, അതൊരു പുരുഷ രൂപത്തിലേക്ക് അങ്ങനെ മാറിയിരിക്കുകയാണ്. എന്തോ അപകടം മനസ്സിലാക്കിയ എൻസ അവിടെ നിന്ന് ഓടുവാണ്. എൻസിൻ്റെ പുറകെയാണെങ്കിൽ ആ ഒരു രൂപമുണ്ട്. എവിടേക്കോ ഒളിച്ചു നിന്നിട്ടും അവസാനം പിടുത്തം കിട്ടുവാണ്. അവളെ നേരത്തേക്ക് ഇടുന്നു, ഡ്രസ്സെല്ലാം വലിച്ചു കീറുന്നു, അവളെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ ഒരു സമയത്താണ് ക്ലെയിം അവിടെ വരുന്നത്. കയ്യിലാണെങ്കിൽ ഒരു കൂർത്ത സാധനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ കുത്തിയിറക്കാണ്. കുത്തിയിട്ട് സാധനം വലിച്ചതിന് ശേഷം ക്ലെയിമിനെ കൊല്ലാൻ വേണ്ടി ചെല്ലാണ്. എൻസിയാണെങ്കിൽ ഒരു കല്ലെടുത്ത് തലക്കടിക്കുവാണ്. താഴെ വീണ സമയം തന്നെ വാല് കൊണ്ട് നെഞ്ചത്ത് അങ്ങനെ കുത്തിയിറക്കുകയാണ്. ആ ഒരു സമയം തന്നെ ക്ലെയിം അവിടെ മരിച്ചു വീഴാണ്. അത് കണ്ട് സങ്കടം സഹിക്കാനാവാതെ ട്രെന്നിനെ കല്ലടിച്ച് കൊല്ലുവാണ്. അതിനുശേഷം ആ സീൻ അവിടെ കട്ടാവുകയാണ്. പിന്നെ കാണിക്കുന്നത് മരുന്ന് കമ്പനി സിയോനെയാണ്. അവരുടെ മുന്നിൽ എൻസി ഇങ്ങനെ ഇരിക്കുവാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ട്രെന്നി ഇവരുടെ കയ്യിലുണ്ടായിരുന്ന കാര്യം ഇവർ മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല ട്രെന്നിൻ്റെ വാല് പരിശോധിച്ചപ്പോൾ ട്രെന്നിൻ്റെ ഒരുപാട് മരുന്നുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇവർക്ക് മനസ്സിലായിരിക്കുകയാണ്. ഇപ്പോൾ ട്രെന്നില്ലല്ലോ, പിന്നെ എന്തിനീ ഒരു ചർച്ചയല്ലേ? അതിനൊരു കാരണമുണ്ട്. എൻസി ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. ആ ഒരു കുട്ടി എന്ന് പറയുന്നത് ആ ഒരു ജീവിത കുട്ടിയാണെന്ന് ഇവർക്ക് മനസ്സിലായിരിക്കുകയാണ്. ഇനി അതിലൂടെ പരീക്ഷണം നടത്താനാണ് ഇവർ തീരുമാനിക്കുന്നത്. എൻസിനോട് പറയുന്നുണ്ട്, ഞാനൊരിക്കലും എന്നെ നിർബന്ധിക്കില്ല എന്നും പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ നിനക്ക് ഇപ്പം തന്നെ ഇതിനെ നശിപ്പിച്ച് പുറത്തേക്ക് പോവാ എന്ന് പറയാണ്. അപ്പോൾ എൻസ പറയുന്നുണ്ട് എനിക്കിതിന് സമ്മതമാണ്.